ചെങ്ങന്നൂരിൻ്റെ വികസന സ്വപ്നങ്ങൾ ഓരോന്നോരോന്നായി ഇങ്ങനെ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ചെങ്ങന്നൂരിൻ്റെ വികസന നായകൻ, ചെങ്ങന്നൂരിൻ്റെ MLA, അതുപോലെ തന്നെ കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട ഫിഷറി സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീമാൻ സജി ചെറിയാൻ അവറുകളുടെ നേതൃത്വത്തിൽ മുൻകൈയെടുത്തുകൊണ്ട് കിഫ്ബി പദ്ധതിയിൽ അതിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് വിവിധ വികസന പദ്ധതികളാണ് ചെങ്ങന്നൂരിൽ നടപ്പായിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഒരുങ്ങുന്ന സ്റ്റേഡിയത്തിൻ്റെ, അതിനിയും ചെങ്ങന്നൂർ അറിയപ്പെടുക അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന പേരിലായിരിക്കും ചെങ്ങന്നൂർ അറിയപ്പെടുക എന്ന് അദ്ദേഹം ഓൾറെഡി വ്യക്തമാക്കി കഴിഞ്ഞു. ചെങ്ങന്നൂരിന്റെ സ്വപ്ന പദ്ധതിയായ അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിന്റെ 1ാം ഘട്ടം ഈ മാസം 28-ാം തീയതി കേരളത്തിന്റെ കായിക വഖഫ് ബോർഡ് വകുപ്പ് മന്ത്രി ഏറ്റവും പ്രിയങ്കനായ അബ്ദുറഹ്മാൻ വൈകിട്ട് 5 മണിക്ക് നാടിന് സമർപ്പിക്കുകയാണ്. 1ാം ഘട്ടത്തിൽ ഫുട്ബോൾ സ്റ്റേഡിയം, പവലിയൻ, 400 മീറ്റർ സിന്തറ്റിക് ട്രാക്ക്, ലോങ് ജമ്പ്, ഹൈ ജമ്പ് പിറ്റ് ഇതടക്കമുള്ള ഒരു ഭാഗമാണ് 1ാം ഘട്ടമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോ നിർമ്മാണം നടന്നു വരുന്ന ഇൻഡോർ സ്റ്റേഡിയം, അതോടൊപ്പം ഈ ദിവസം തറക്കല്ലിടുന്ന പുതിയ ഹോസ്റ്റൽ, സ്വിമ്മിംഗ് പൂൾ, ഈ 2 പദ്ധതികൾക്കുള്ള പണവും അനുവദിച്ചു. അതിന്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞതും പ്രകാരമുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും വേഗം പണികൾ പുരോഗമിച്ച് പണികൾ നടന്ന് അതിൻ്റെ ഉദ്ഘാടന കർമ്മമൊക്കെ നിർവഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. വളരെ മനോഹരമായി, വളരെ നൂതന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പുതിയ ടെക്നോളജിയുള്ള ഈ ഒരു ഗ്രൗണ്ടിൻ്റെ നിർമ്മാണമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ട്രാക്കുകൾ, അതുപോലെ തന്നെ ഗാലറി, ഇതെല്ലാം ഇനി സെറ്റ് ചെയ്യാനായിട്ട് കിടക്കുന്നു. അങ്ങനെ തകൃതിയായി തന്നെ പണികൾ മുന്നോട്ട് നടക്കുകയാണ്. ഇനിയും ചെങ്ങന്നൂർ ഇനി അറിയപ്പെടുക ചെങ്ങന്നൂർ അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്ന് തന്നെയായിരിക്കും അറിയപ്പെടുക തന്നെ. രാജ്യത്തെ തന്നെ എല്ലാ മികച്ച കായിക മത്സരങ്ങളും ചെങ്ങന്നൂരിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിനുള്ള തയ്യാറെടുപ്പുകളുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഇതിന്റെ ഭാഗമായി 6 ഇനങ്ങളിൽ കായിക മത്സരം ചെങ്ങന്നൂർ നടക്കുകയാണ്. 13-ാം തീയതി മുതൽ ആരംഭിക്കുന്ന മത്സരങ്ങളിൽ ഫുട്ബോൾ, കബഡി, വടംവലി, ക്രിക്കറ്റ്, വോളിബോൾ, അതുപോലെ തന്നെ ഷട്ടിൽ, ഇത്രയും ഇനങ്ങളിലായിട്ടുള്ള 100 കണക്കിന് ക്ലബ്ബുകളും കായിക താരങ്ങളും പങ്കെടുക്കുന്ന മത്സരങ്ങളാണ് ഇപ്പൊ നമ്മുടെ മണ്ഡലത്തിൽ ആരംഭിക്കാൻ പോകുന്നത്. ജോപോൾ ആഞ്ചേരി അതിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം നിർവഹിക്കും. മുപ്പത്തിരണ്ട് ടീമുകളാണ് ഫുട്ബോൾ മത്സരത്തിൽ മാത്രം പങ്കെടുക്കുന്നത്. കബഡിയും വടംവലിയും സംസ്ഥാന തലത്തിലുള്ള പ്രമുഖ ടീമുകളാണ് അണിനിരന്നത്. ഇതിൽ വിജയിച്ചു വരുന്ന എല്ലാവർക്കുമുള്ള പ്രൈസ് മണിയും ട്രോഫിയും ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി 28-ാം നടക്കുന്ന ചടങ്ങിൽ വെച്ച് നൽകും. ഈ പരിപാടി വൻ വിജയമാക്കാൻ ഈ മണ്ഡലത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളെയും പ്രസ്തുത മത്സര കേന്ദ്രങ്ങളിലേക്ക് സവിനയം ക്ഷണിക്കും. നമ്മുടെ ചെങ്ങന്നൂർ വികസനത്തിൻ്റെ തുടർക്കഥകൾ ഇതാ രചിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വികസനത്തിൻ്റെ വിവിധ പാതകൾ താണ്ടിക്കൊണ്ട് വിവിധ ഉദ്ഘാടനങ്ങൾ നമ്മുടെ ചെങ്ങന്നൂർ ഇൻ്റർനാഷണൽ സ്റ്റേഡിയമാണ് ഇവിടെ പണിത് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ പണികൾ തകൃതിയായി നടക്കുകയാണ്. ഇത് ഇൻഡോർ സ്റ്റേഡിയമാണ്. ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ പണികളും അങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നു. അത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. വളരെ എന്താ പറയുന്നത്, കേരളത്തിലെങ്ങും കിട്ടാത്ത വലിയ ഭാഗ്യമാണ്
കണ്ടില്ലേ, നല്ല അടിപൊളി ഇൻഡോർ സ്റ്റേഡിയമാണ് വരുന്നത്. മുകളിൽ താമസിക്കുവാനൊക്കെയുള്ള റൂമുകൾ, എല്ലാ സൗകര്യങ്ങളും അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഒരുക്കിക്കൊണ്ടാണ് ഈ ഒരു സ്റ്റേഡിയങ്ങൾ. പല സ്റ്റേഡിയങ്ങളാണ് നമ്മൾ കേട്ടതാണ്, സജി ചെറിയാൻ സാറിൻ്റെ വാക്കുകളിലൂടെ നമ്മൾ കേട്ടതാണ്. ഇവിടെ സ്വിമ്മിംഗ് പൂള്, വലിയൊരു നീന്തൽക്കുളം സ്റ്റേഡിയം വരുന്നുണ്ട്. അതുപോലെ തന്നെ കണ്ടോ, ഇൻഡോർ സ്റ്റേഡിയമാണ്. നല്ല അടിപൊളി ഫുട്ബോൾ സ്റ്റേഡിയമായിട്ട് വരുന്നത്, വളരെ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഇനിയും ലോകം ഇങ്ങോട്ട് ഉറ്റുനോക്കും. ഇവിടെ അതുപോലെ വിവിധ മത്സരങ്ങളാണ് നടക്കുവാനായിട്ട് പോകുന്നത്. രണ്ടായിരത്തി 2025 ഫെബ്രുവരി മാസം നടന്ന ചെങ്ങന്നൂർ സരസ് മേളയിൽ കേരളത്തിലെ നടന വിസ്മയം ശ്രീമാൻ മോഹൻലാൽ അവർകൾ വരികയും അദ്ദേഹമാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. അതുപോലെ ടൊവിനോ തോമസ്, മുൻനിര താരങ്ങളായ നിരവധി അഭിനേതാക്കൾ, നിരവധി താരങ്ങൾ എത്തി. വിവിധ പരിപാടികൾ, നാടൻ പാട്ടുകൾ, നമ്മുടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിലുള്ള വിവിധ കലാപരിപാടികൾ, അങ്ങനെ എല്ലാം ഇവിടെ നടക്കുകയുണ്ടായി. അങ്ങനെ ചെങ്ങന്നൂർ വേറൊരു തരത്തിലേക്ക്, ബെനി ശ്രീനിവാസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു, റിമി ടോമി ഉണ്ടായിരുന്നു, ടിനി ടോം ഉണ്ടായിരുന്നു, ഒത്തിരി പരിപാടികൾ നടന്നിരുന്നു. ഈ വർഷവും അതുപോലെ തന്നെ വിവിധ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലം അതിനെടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ശ്രീമാൻ സജി ചെറിയാൻ അവറുകളുടെ പ്രത്യേക ഒരു ചെങ്ങന്നൂരോടുള്ള സ്നേഹം, അത് ആലപ്പുഴ ജില്ലയുടെ എല്ലായിടത്തെയും, ആലപ്പുഴ ജില്ലയിൽ നിന്ന് മാത്രമല്ല പത്തനംതിട്ട ജില്ലയും അടുത്ത് കിടക്കുന്നു, ആലപ്പുഴ ജില്ല, അതുപോലെ തന്നെ കോട്ടയം ജില്ലയുടെ ചെറിയ ഭാഗങ്ങൾ, ഇതെല്ലാം കൂടെ ചേരുന്ന ഒരു സ്ഥലമാണ് ചെങ്ങന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, റെയിൽവേ സ്റ്റേഷൻ, ശബരിമലയിലേക്ക് പോകുന്ന തീർത്ഥാടകരുടെ ഏക ആശ്രയമായ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഇതെല്ലാം കൂടി സംഗമിക്കുന്ന ഒരു മനോഹരമായൊരു സ്ഥലമാണ് ചെങ്ങന്നൂർ. കണ്ടില്ലേ, അവിടെയാണ് ഇനിയും ആ ഒരു കാര്യങ്ങൾ, വരുന്ന കളിക്കാർക്ക് താമസിക്കുവാനുള്ള ക്വാർട്ടേഴ്സും കാര്യങ്ങളും. അവിടെയും VIP പവലിനാണ് ആ പണിതുകൊണ്ടിരിക്കുന്നത്, VIP പവലിൻ. ബാക്കിയുള്ള പവലിനൊക്കെ ഇനിയും റെഡിയാക്കണം, ചെയ്യണം. അതൊക്കെ പണികൾ കിടക്കുന്നു. എന്തായാലും ചെങ്ങന്നൂരിൻ്റെ സമീപ പ്രദേശങ്ങളിലുമുള്ളവർക്ക് അഭിമാനിക്കാവുന്ന ചില നേട്ടങ്ങളാണ് ഇനിയും വരും ദിവസങ്ങളിൽ നമ്മൾ കാണുവാനായിട്ട് പോകുന്നത്. അപ്പോൾ എത്രയും വേഗം പണികളൊക്കെ പൂർത്തീകരിച്ച് നമുക്ക് കായികപരമായാലും കലാപരമായിട്ടുള്ള പരിപാടികളിൽ പങ്കെടുക്കുവാനും അത് ആസ്വദിക്കുവാനും നമുക്കെല്ലാവർക്കും എത്രയും വേഗം കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം, അതിനായി കാത്തിരിക്കാം. അപ്പോൾ എല്ലാവിധ ആശംസകളും, ബാക്കി ഇതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളായിട്ടൊക്കെ നമുക്ക് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ, സീ യു.